പറയുകയാണ്, ഭൂമുഖത്തുള്ള വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ വെള്ളം അത് സംസം വെള്ളമാണ്. പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫീഹി ത്വആമും മിനത്ത്ഉം വശിഫാഉം മിനസ്സഖം. പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതിൽ ആഹാരത്തിന്, ഒരു മനുഷ്യന് ദാഹശമനത്തിന് മാത്രമല്ല വിശപ്പിന് പോലും പരിഹാരം സംസം വെള്ളം കുടിക്കുമ്പോൾ ലഭിക്കുന്നു. മാത്രമല്ല ഏതൊരു രോഗത്തിനും മെഡിസിനായി, ഏതൊരു രോഗത്തിനും ശമനമായി സംസം വെള്ളം മതിയാകുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നാര മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഹജ്ജിന് പോകും, ഉംറയ്ക്ക് പോകും. അവിടെ ചെല്ലുമ്പോ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ സംസമിന്റെ ക്യാനുകൾ, അതിൻ്റെതായ പൈപ്പുകൾ ധാരാളം നമുക്ക് കാണാം. നമ്മൾ കഴിവിന്റെ പരമാവധി ആ സംസം വെള്ളം കുടിക്കുന്നവരാണ്. അതിന്റെ മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കണം. എത്രത്തോളം മഹത്വം അതിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ത്വആമു തുഅമിൻ, അത് ആഹാരത്തിന് ആഹാരമാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും പ്രിയപ്പെട്ട ഉമ്മ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഒക്കെ ത്യാഗങ്ങൾ, അവരുടേതായ സ്മരണകൾ ഈ സംസം വെള്ളം കുടിക്കുന്നതിലൂടെ ലോകവിശ്വാസികൾ അവർ അനുസ്മരിക്കുകയല്ലേ. ചെറിയ പൊടിക്കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം മനുഷ്യന്റെ ഒരു ലേശം പോലുമില്ലാത്ത അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നല്ലോ പരിശുദ്ധമായ മക്ക. മനുഷ്യവാസം തീരെ ഇല്ല, കുടിനീരിന് ഒരു കിണർ പോലുമില്ല. ആളുകളെ മഹദി ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫയുടെയും മറുബയുടെയും ഇടയിലൂടെ ഇങ്ങനെ ഓടിയത് എന്തിനാണ്? രണ്ട് കുന്നുകളുടെ മുകളിലേക്ക് കയറിയത് എന്തിനാണ്? ഏതെങ്കിലും യാത്രാസംഘം അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും അല്പം വെള്ളം വാങ്ങി ഈ പിടയ്ക്കുന്ന എന്റെ ചോര കുഞ്ഞിന്റെ ചുണ്ടത്തേക്കൊന്ന് വെച്ചുകൊടുത്ത് നാക്കൊന്ന് നനച്ചു കൊടുക്കാമായിരുന്നു. ഇതല്ലേ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിച്ചത്? മുലപ്പാലില്ല. കാരണം ഈ മരുഭൂമിയിൽ വസിച്ച് ഭക്ഷണം കഴിക്കാതെ ഒട്ടിയ വയറുമായി നിൽക്കുന്ന ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഈ പിഞ്ചു പൈതലിന് കൊടുക്കാൻ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴാണ് കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് അതേ വെള്ളം നിർഗളിക്കുന്നത്. ആ വെള്ളമാണ് സംസം വെള്ളം. ആ സംസം കുടിച്ചാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ദാഹം മാത്രമല്ല വിശപ്പും അടക്കിയത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കണം. ഒരു ഉമ്മയുടെ കയ്യിലിരിക്കുന്ന ചോര കുഞ്ഞ് അല്ലേ, 1 മുതൽ ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ മുലയൂട്ടാൻ പരിശുദ്ധ ഖുർആൻ ഉമ്മയോട് കൽപ്പിക്കുകയാണ്. 2 വർഷം പൂർണ്ണമായി മുലപ്പാല് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ആ 2 വർഷം ഈ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നത് എന്താണ്? മുലപ്പാല് മാത്രമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും, ഉച്ചത്തെ ഫുഡാണെങ്കിലും, രാത്രിത്തെ ഫുഡാണെങ്കിലും, വിശക്കുമ്പോഴൊക്കെ ഈ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നത് എന്താണ്? ഈ മുലപ്പാലല്ലേ. ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ചോറ് ഉരുട്ടി വായിലേക്ക് വെച്ച് കൊടുക്കുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫുഡ് കൊടുക്കുമോ? ഇല്ലല്ലോ. ദാഹത്തിന് മാത്രമല്ല, ഈ മുലപ്പാല് ഉള്ളിലേക്ക് ചെല്ലുമ്പോ ഈ കുഞ്ഞിന്റെ ദാഹം മാത്രമല്ല തീരുന്നത്, ഈ കുഞ്ഞിന്റെ വിശപ്പ് കൂടി ഈ മുലപ്പാലിലൂടെ ശമിക്കുകയാണ് അല്ലേ. ഇതേപോലെ ഈ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാകുന്ന ചോര കുഞ്ഞിന് ഉമ്മയിൽ നിന്ന് ഈ മുലപ്പാല് ലഭിക്കാതെ, ഭക്ഷണം ലഭിക്കാതെ വന്നപ്പോഴല്ലേ അല്ലാഹു തആല അതിന് തത്തുല്യമായ, അതിനെക്കാട്ടിലും ശ്രേഷ്ഠമേറിയ സംസം എന്ന ആ ജലം കൊടുക്കുന്നത്.
സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ട പലതുമുണ്ട്. അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഇന്നും സംസം വെള്ളത്തിന്റെ പ്രത്യേകത. പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഫീഹി തആമും മിനത് തുഅം. അത് ഭക്ഷണത്തിന് പകരം ഭക്ഷണമാണ് വെള്ളം. ദാഹത്തിന്റെ ശമനം മാത്രമല്ല, ഭക്ഷണത്തിന് അത് ഭക്ഷണം കൂടിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, സംസം വെള്ളം വയറ് നിറയെ കുടിക്കണം, വയറ് നിറയെ കുടിക്കണം. അത് മുഅ്മിനിന്റെ അടയാളമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഹദീസ് പറയാം. മുത്തുനബി തങ്ങൾ പറഞ്ഞു, രോഗത്തിന് ശമനം കൂടിയാണ്. ഹദീസിൽ കാണാം, മാഉ സംസം, സംസം വെള്ളം, ലിമാ ശുരിബ, ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ കുടിക്കുന്നത് ആ ആവശ്യം സാധിച്ചു കിട്ടാൻ സംസം വെള്ളം മതി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട പൊന്നാര മുത്തു മുഅ്മിനീങ്ങളെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹാ സംസം വെള്ളം മുബാറകത്തുൻ, അത് അനുഗ്രഹീതമായ വെള്ളമാണ്, അനുഗ്രഹീതമായ വെള്ളമാണ്. സംസം വെള്ളത്തെ കുറിച്ച് പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതേ അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാന്മാര് സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങളിങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോ അന്നേരം ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ വന്നിരുന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ അയാളോട് ചോദിച്ചു, മിൻ ഐന ജിഅത, മോനെ നീ എവിടെ പോയിട്ട് വരിക, അല്ലെങ്കിൽ നീ എവിടെ നിന്ന് വരിക? ഖാല, അദ്ദേഹം പറഞ്ഞു, ശരിബ്തു മിൻ സംസം, ഞാൻ സംസം വെള്ളം കുടിച്ചിട്ട് വരിക, സംസം വെള്ളം കുടിച്ചിട്ട് വരികയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, ശരിബ്തഹ കമാ യംബഗി, അതിനെ ആ സംസം വെള്ളം നീ കുടിച്ചത് വേണ്ടുന്ന രൂപത്തിലാണോ, അതിന്റെ നിയമങ്ങളും അതിന്റെ അഹ്കാമുകളും ഒക്കെ പാലിച്ചുകൊണ്ടാണോ നീ കുടിച്ചത്? അദ്ദേഹം ചോദിച്ചു, വകൈഫ യംബഗി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങളെ അതെങ്ങനെയാണ്? ഖാല, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ, സംസം വെള്ളം നീ കുടിക്കുമ്പോ നീ ആദ്യം തസ്തഖ്ബിലിൽ ഖിബ്ലത, ഖിബ്ലയ്ക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് വേണം സംസം വെള്ളം കുടിക്കാൻ. സംസം വെള്ളം എങ്ങോട്ടിരുന്നാണ് കുടിക്കേണ്ടത്? ഖിബ്ലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് വേണം സംസം വെള്ളം കുടിക്കാൻ. അപ്പം ഖിബ്ലയ്ക്ക് മുന്നിട്ട് വേണം സംസം വെള്ളം കുടിക്കാൻ. എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ബിസ്മി ചൊല്ലി വേണം സംസം വെള്ളം കുടിക്കാൻ. മാത്രമല്ല, അപ്പൊ ഖിബ്ലയ്ക്ക് മുന്നിടണം, ബിസ്മി ചൊല്ലണം, എന്നിട്ട് വേണം സംസം വെള്ളം നീ കുടിക്കാൻ. വതതനഫസ സലാസ മറാത്തിൻ, 3 തവണകളായി ശ്വാസം നിർത്തി നിർത്തി 3 തവണകളായിട്ട് വേണം സംസം വെള്ളം കുടിക്കാൻ. ഇബ്നു അബ്ബാസ് തങ്ങൾ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, 3 മടക്ക്, നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞ, അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ വെള്ളം ബൾക്ക് 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 അങ്ങനെ ഒറ്റയടിക്ക് കുടിക്കലല്ല വേണ്ടത്. സംസം വെള്ളം കുടിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. അതെങ്ങനെയാണ്? 3 മടക്കായി നിർത്തി 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 വേണം കുടിക്കാൻ. അതിപ്പോ ഏത് വെള്ളം കുടിക്കുമ്പോഴും അങ്ങനെയാണ്. ഒറ്റയടിക്ക് ദാഹം കൂടിയിട്ട് ഒറ്റയടിക്ക് വെള്ളം കുടിക്കാൻ പാടില്ല, നിർത്തി നിർത്തി വേണം വെള്ളം കുടിക്കാൻ. പരിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രത്യേകിച്ച് സംസം വെള്ളം കുടിക്കുമ്പോ അതിന്റെ ഒരു മര്യാദ ഇബ്നു അബ്ബാസ് തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. വതതനഫസ സലാസ മറാത്തിൻ, 3 തവണയായി ശ്വാസം നിർത്തി നിർത്തി വേണം നീ അത് കുടിക്കാൻ. ഫഇദാ ഫറഗ്ത, കുടിച്ചു കഴിയുമ്പോഴോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കണം, അല്ലാഹുവിനെ സ്തുതിക്കണം. എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഇന്ന ആയത മാ ബൈനനാ വ ബൈനൽ മുനാഫിഖീന,
മുത്തുനബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെയും മുനാഫിഖീങ്ങളുടെയും ഇടയ്ക്കുള്ള ഒരു അടയാളം, കപടവിശ്വാസികളുണ്ടല്ലോ മുനാഫിഖീങ്ങൾ, ആ മുനാഫിഖീങ്ങളുടെയും നമ്മുടെയും ഇടയിലുള്ള ഒരു വ്യത്യാസം, അന്നഹും ലാ യതലല്ലഊന മിൻ സംസം, അവർ എന്ത് ചെയ്യൂല, സംസം വെള്ളം കുടിക്കുമ്പോ വയറ് നിറച്ചു കുടിക്കൂല, പേരിന് വേണ്ടി ഒരൽപ്പം കുടിച്ചിട്ട് അങ്ങ് പോകും. അങ്ങനെയാകരുത്, നമ്മൾ വയറ് നിറച്ചു കുടിക്കണം. വയറ് നിറച്ച് നമ്മൾ എന്ത് ചെയ്യണം, കുടിക്കണം. എത്രത്തോളം നമ്മുടെ വാരിയെല്ലുകൾ നനയും വിധം, അതാണ് ആ പദത്തിന്റെ അർത്ഥം. വാരിയെല്ലുകൾ നനയും വിധം വയറ് നിറച്ചു കുടിക്കണം. അത് മുഅ്മിനിന്റെ അടയാളമാണ്. അങ്ങനെ വയറ് നിറയ്ക്കാതെ കുടിക്കുന്നത്, ഒരല്പം ഒന്ന് കുടിച്ചിട്ട് ഇങ്ങനെ പോവുക, അത് മുനാഫിക്കിന്റെ അടയാളമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതെ അവിടുന്ന് പഠിപ്പിക്കുന്നതായി, അവിടുന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ മിഅ്റാജിന് പോകാൻ വേണ്ടി, മിഅ്റാജിന്റെ യാത്ര പോകാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അരികിലേക്ക് വന്നപ്പോ, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ നെഞ്ച് രണ്ടായി പിളർത്തി, എന്റെ നെഞ്ച് കീറി. യാത്ര പോകുന്നതിന് മുമ്പ് എവിടേക്കാ പോകുന്നത്? റബ്ബിന്റെ സവിധത്തിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ നെഞ്ച് പിളർത്തിയിട്ട്, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്റേതായ ഹൃദയം എടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി. അതിനുശേഷമാണ് അല്ലാഹുവിന്റെ ഹദ്റത്തുൽ ഖുദ്സിലേക്ക് എന്നെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയത്. സുബ്ഹാനല്ലാഹ്. ഓ പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹദ്റത്തുൽ ഖുദ്സിലേക്ക്, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നതിന് മുമ്പ് യാത്രയുടെ തയ്യാറെടുപ്പെന്നോണം എന്താണ് ഹൃദയം കഴുകിയത്? എന്തുപയോഗിച്ചിട്ടാണ്? സംസം വെള്ളം ഉപയോഗിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ധാരാളം സംസം വെള്ളം കുടിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സംസം വെള്ളം കുടിക്കുന്നതിന് ചില മര്യാദകളുണ്ട്. എല്ലാം നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും കുറച്ച് ഇൻഷാ അല്ലാഹ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് പറയാം. ഒന്നാമത്തെ മര്യാദ ഇസ്തിഖ്ബാലുൽ കഅബ, കഅബയെ നോക്കിക്കൊണ്ട് വേണം, കഅബയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് വേണം സംസം വെള്ളം കുടിക്കാൻ. ഇത് ഒന്നാമത്തെ മര്യാദയാണ്. വത്തസ്മിയത്തു, ബിസ്മി ചൊല്ലണം. സംസം വെള്ളം കുടിക്കാൻ നേരത്ത് ബിസ്മി ചൊല്ലണം. അതുപോലെ വത്തനഫ്ഫസു സലാസൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 തവണകളായി, 3 റൗണ്ടിലായി വേണം നമ്മൾ കുടിക്കാൻ. ഒറ്റയടിക്ക് കുടിക്കരുത്, ശ്വാസം നിർത്തി കുടിക്കുക. അതേപോലെ വതളല്ലഉ മിൻഹാ, വയറ് നിറച്ചു കുടിക്കുക. സംസം വെള്ളം വയറ് നിറച്ചു കുടിക്കുക. ഇപ്പൊ ഏതെങ്കിലും ഹാജിമാര് നാട്ടിലേക്ക് സംസം വെള്ളം ചിലപ്പോൾ 10 ലിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 20 ലിറ്റർ ആയിരിക്കും കൊണ്ടുവരിക. അവിടെ പോയിട്ട് എനിക്ക് വയറ് നിറച്ചു വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കൊണ്ടുവന്നത് എത്രയോ ആളുകൾക്ക് കൊടുക്കണം അല്ലേ? അപ്പൊ ആ ഹാജിയാര് കൊണ്ടുവരുന്നത് അവരുടെ വീട്ടിൽ ചെന്നിട്ട് ആ ടാങ്കിൽ ഇരിക്കുന്ന മുഴുവനും കുടിച്ചു തീർക്കണമെന്നല്ല. പരിശുദ്ധമായ ഹറമിലേക്ക് ചെല്ലുമ്പോ അവിടെ നമുക്ക് നോക്കുന്നിടത്തെല്ലാം സംസമാണ്. ആ വെള്ളം കുടിക്കുമ്പോ നന്നായി വയറ് നിറച്ചു കുടിക്കണം. വഹമിദല്ലാഹ ബഅദൽ ഫറാ, കുടിച്ചു കഴിയുമ്പോ അൽഹംദുലില്ലാ അത് പറയണം. അൽഹംദുലില്ലാ. നമ്മളെന്താ ഈ സംസം വെള്ളം കുടിക്കാന്ന് പറഞ്ഞാല് തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ക്ഷീണം വരുമ്പോ ക്ഷീണം മാറ്റാൻ മാത്രം കുടിക്കുന്ന വെള്ളമല്ല, ദാഹത്തിന് മാത്രം ശമനമല്ല, അതൊരു ഇബാദത്താണ്. സംസം വെള്ളം കുടിക്കൽ എന്താണ്? ഇബാദത്താണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ പലർക്കും ഒരു ആശയക്കുഴപ്പമുണ്ട്.
സംസം വെള്ളം കുടിക്കുന്നത് നിന്നുകൊണ്ടാണോ ഇരുന്നു കൊണ്ടാണോ? ബാക്കി എല്ലാ വെള്ളവും ഇരുന്നു കൊണ്ടാണ് കുടിക്കേണ്ടത്, സംസം വെള്ളം മാത്രം നിന്നുകൊണ്ടാണ് കുടിക്കേണ്ടത് എന്ന് ചില ആളുകൾ ഫത്വ പറയലുണ്ട്. ചില ആളുകൾ അങ്ങനെ പറയലുണ്ട്. സംസം വെള്ളം മാത്രം നിന്നാ കുടിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു വൽ ജുലൂസു ഇൻദ ശുർബിഹി കഗൈരിഹി, ബാക്കിയുള്ള വെള്ളങ്ങൾ കുടിക്കുമ്പോ ഇരുന്നു കുടിക്കണം എന്നതുപോലെ തന്നെ സംസം വെള്ളം കുടിക്കുമ്പോഴും ഇരുന്നു കൊണ്ട് തന്നെ കുടിക്കണം. അങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത്. ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇമാമിങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പൊന്നാരമുത്ത് മുഅ്മിനീങ്ങളെ, സംസം വെള്ളം അത് മതി വരുവോളം കുടിക്കണം, വയറ് നിറയെ കുടിക്കണം, വീണ്ടും വീണ്ടും കുടിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മതി വരുവോളം കുടിക്കണം. നമ്മുടെ ഹനഫി മദ്ഹബിലെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്ന യുസ്തഹബ്ബു, സുന്നത്താണ് അയ്യതനഫസ ഫിശ്ശുർബി തലാസ മറാത്തിൻ, സംസം വെള്ളം കുടിക്കുമ്പോഴേ 3 തവണകളായിട്ട് കുടിക്കൽ തന്നെ ഇബാദത്താണ്, സുന്നത്താണ്. ആ കുടിക്കുന്ന സമയം വയൻദുറു ഇലൽ ബൈത്തി, കഅബയിലേക്ക് നോക്കിയിരിക്കണം. കഅബയിലേക്ക് ഇങ്ങനെ നോക്കി ഇരുന്നു കൊണ്ട് സംസം വെള്ളം കുടിക്കണം. വയഖൂലു, ആ സമയത്ത് കഅബയിലേക്ക് നോക്കിയിരുന്ന് സംസം വെള്ളം കുടിക്കുമ്പോ ആ സമയത്ത് പറയണം ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയണം. ഇത് പറഞ്ഞിട്ട് വയദഉ, ധാരാളം ദുആ ഇറക്കണം. സംസം വെള്ളം കുടിച്ച ഉടനെ ദുആ ഇറന്നാൽ ദുആയ്ക്ക് ഇജാബത്താണ്. വയഖൂലു ഫിൽ മറത്തിൽ അഖീറ, ദുആ ഇറക്കുമ്പോ ആ ദുആയുടെ അവസാനമെങ്കിലും ഇങ്ങനെ പറയണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്ഖൻ വാസിഅ വഇൽമൻ നാഫിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസം വെള്ളം കുടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ഒരു ദുആ, അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, റിസ്ഖൻ വാസിഅ, വിശാലമായ റിസ്ഖ്, ഭക്ഷണം, വേണ്ടുന്നതെല്ലാം നീ ഞങ്ങൾക്ക് തരണം. വഇൽമൻ നാഫിഅ, അതേ പ്രയോജനപ്രദമായ അറിവ് നീ എനിക്ക് തരണം റബ്ബേ. വശിഫാഅൻ മിൻ കുല്ലി ദാഇൻ വസഖം, സർവ രോഗങ്ങളിൽ നിന്ന് ശിഫയും സർവ രോഗങ്ങളിൽ നിന്ന് ശമനവും റബ്ബേ നീ ഞങ്ങൾക്ക് തരണം നിന്നോട് ചോദിക്കുന്നു. യാ അർഹമർ റഹീമീൻ. ഈ ദുആ സംസം വെള്ളം കുടിച്ച് ഇരുന്നു കൊണ്ട് കുടിക്കണം, കഅബയിലേക്ക് നോക്കി ഇരുന്നു കൊണ്ട് കുടിക്കണം. അങ്ങനെ കുടിച്ച് കഅബയിലേക്ക് നോക്കി ഇരുന്നു കൊണ്ട് ഈ ദുആ നിർവഹിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബി തങ്ങളുടെ ഹദീസിൽ കാണാം, മാഉ സംസം ലിമാ ശുരിബ ലഹു, ഏതൊരു ആവശ്യം മനസ്സിൽ കരുതിയാണോ സംസം വെള്ളം കുടിക്കുന്നത്, ആ ആവശ്യം അല്ലാഹു തആല നിറവേറ്റി തരുന്നതാണ്. ഫഇൻ ശരിബ്തഹു, നീ കുടിച്ചത് തസ്തശ്ഫീ ബിഹി, നിന്റെ രോഗം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ കുടിച്ചതെങ്കിൽ അല്ലാഹു തആല നിന്റെ രോഗം അല്ലാഹു മാറ്റിത്തരുന്നതാണ്. വഇൻ ശരിബ്തഹു,
ഇനി നീ ആ സംസം കുടിച്ചത് മുസ്തഈദൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ഇടങ്ങേറുകളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട്, രോഗങ്ങളെ തൊട്ട്, ഏതെങ്കിലും ഷർറുകളെ തൊട്ട് അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ചുകൊണ്ടാണ് നീ സംസം വെള്ളം കുടിച്ചതെങ്കിൽ അല്ലാഹു തആല നിനക്ക് കാവൽ തരുന്നതാണ്. നിന്റെ ദാഹം ശമിക്കാനാണ് കുടിച്ചതെങ്കിലോ നിന്റെ ദാഹത്തിന് ശമനം കിട്ടുന്നതാണ്, വിശപ്പ് മാറി കിട്ടുന്നതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു വയുസ്തഹബ്ബു സുന്നത്താണ് സംസം വെള്ളം കുടിച്ചതിന് ശേഷമേ ആ വെള്ളം കൊണ്ട് മുഖം ഒന്ന് തടയുക. മുഖം കഴുകുക എന്നല്ല, മുഖം കഴുകുക എന്നല്ല, സംസം വെള്ളം കൊണ്ട് മുഖം ഒന്ന് തടകുക, അത് സുന്നത്താണ്. അതുപോലെ തലയും ഒന്ന് തടകുക, സംസം വെള്ളം കൊണ്ട് തലയും ഒന്ന് തടകുക, അത് സുന്നത്താണ്. മാത്രമല്ല വയസുബ്ബു അലാ റഅസിഹി ഇൻ അംകന, സാധ്യമായാൽ അല്പം സംസം വെള്ളം തലയിലേക്കൊന്ന് ഒഴിക്കലും സുന്നത്താണ്. ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹനഫി മദ്ഹബിലെ കിതാബിൽ ഇത് കാണാം. ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ചില ആളുകളെ ചെയ്യുമ്പോൾ ചില അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, അത് ശിർക്കാണ്, ചൊറുക്കാണ്. ചില കിറുക്കന്മാര് വിവരമില്ലാതെ പറയും അത് ശിർക്കാണ്, ശിർക്കാണ്. ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു വയുസ്തഹബ്ബു സുന്നത്താണ് അയ്യംസഹ വജ്ഹഹു, സംസം വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക, മുഖം ഒന്ന് തടകുക. കഴുകലല്ല, മുഖം ഒന്ന് ഇങ്ങനെ വെള്ളം എടുത്ത് ഇങ്ങനെ തടകുക. അതുപോലെ തല സംസം വെള്ളം കൊണ്ട് ഒന്ന് തടകുക. പറ്റുമെങ്കിൽ, സാധിക്കുമെങ്കിൽ സംസം വെള്ളം അല്പം ഒന്ന് എന്ത് ചെയ്യുക, തലയിലേക്കൊന്ന് ഒഴിക്കുക. ഇതൊക്കെ എന്താണ്, സുന്നത്താണ്. ഇമാമിങ്ങൾ അതേ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംസം വെള്ളം അത് അനുഗ്രഹീതമായ വെള്ളമാണ്. അത് പാഴാക്കി കളയാനോ അതിനെ നിസ്സാരപ്പെടുത്താനോ പാടില്ല. അതിനോടുള്ള അളമത്ത് നാം നന്നായി കീപ്പ് ചെയ്യണം. സംസം വെള്ളത്തിനോടുള്ള ബഹുമാനം നാം നന്നായി കീപ്പ് ചെയ്യണം. അതിന്റെ മഹത്വങ്ങളുടെ ഒരു ചെറിയ രൂപമല്ലേ നമ്മൾ ഈ പറഞ്ഞത്. എന്ത് വിശാലമായി ഇമാമിങ്ങൾ ധാരാളം ഹദീസുകളും സംസം വെള്ളവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ധാരാളം പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറയ്ക്കും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് ചെന്ന് മതി വരുവോളം വയറ് നിറയെ സംസം വെള്ളം കുടിക്കാൻ അല്ലാഹു തആല